വെള്ളം. രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക. അത് കണ്ടോ? Only in a world of love can we unfold and bloom. ബിജുവിനെ കോൺവെന്റിൽ അയക്കാൻ ഇനി 3-4 ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? That's a fine idea. What is his number? 3184. Hello? ബാലു സ്റ്റുഡിയോ അല്ലേ? ബാലു പ്ലീസ്. ക്യാപ്റ്റൻ ഹിയർ. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉടനെ പുറപ്പെടുന്നു. താങ്ക് യു. കമാൺ ഗെറ്റ് റെഡി. ബാലുവിടെ? വിളിക്കാം. രേഖ, ഹലോ ബാലു. അല്പം ലേറ്റ് ആയിപ്പോയി. ഹേയ് സാരമില്ല, പോവാ. വരും. ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം. നിങ്ങളുടെ സ്റ്റുഡിയോ വളരെ ഡിഫറന്റ് ആണല്ലോ. ശരി, യെസ്, വിത്ത് ലൈറ്റ്. എടുക്കാം അല്ലേ? ഇവിടെയാണോ? ഓക്കെ. ഇങ്ങനെ ഇരിക്കാനോ? ഇരുന്നാ മതി, അതാ അതിൻ്റെ ഒരു സുഖം. ഒരു സെക്കൻഡ് ഒന്നങ്ങോട്ട് മാറി പ്ലീസ്. മോൻ താണ്ടേ ഇങ്ങനെ ഇരുന്നാ. ഞാൻ കാണിച്ചേ ഇങ്ങനെ ഇരുന്നാ മതി. കുറച്ച് ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്നറിയോ? 3 lights. 1 2 3 4. ഓ, അത് കട്ട് ചെയ്യണമല്ലേ? You don't want that light. Okay. Now how is it? ഒന്ന് ചിരിക്കും. ഒരു സ്മൈൽ. താങ്ക് യു. May I come in, sir? അല്ല, ആരത്? ഉണ്ണി സാർ. വാ.
നീ ഇത് എവിടെയായിരുന്നടാ? കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ഇല്ലല്ലോ. ആ ദാസും ഫിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയിക്കൂടെ? ദുഷ്ട. വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഉഗ്രം ഫീച്ചർ ഉണ്ടാക്കി. സാധനം കണ്ടപ്പോൾ പത്രാധിപര് ഹാപ്പി. ഓ, അപ്പൊ കുറെ ചക്രവത്ത് കാണുമല്ലോ. പറയട്ടെ, പക്ഷേ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം. ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വകയിലൊരു അമ്മാവനാണത്രേ. എന്നിട്ട് പക്ഷെ അയാളാ നമ്മുടെ കഥാനായകൻ. ഉറക്ക വളച്ചതും കഷ്ടപ്പെട്ടതും മിച്ചം. വാരാന്ത്യപ്രതിയിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും കാച്ചി. അതിന് വലിയ കഷ്ടപ്പാട് വേണ്ടല്ലോ. അരമന രഹസ്യം, അങ്ങാടി പരസ്യം. ഇത്തരം ചീപ്പ് സാധനങ്ങൾ എഴുതുന്ന സമയത്ത് നിനക്ക് വല്ല വേറെ ജോലിക്കും പോയിക്കൂടെ? എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ. പരസ്യപ്പെടുത്താവോ? ശമ്പളം തരാവോ? എന്ന് പറഞ്ഞാലിപ്പോ അത് പറ. കഴിഞ്ഞുകൂടെ ആചാരെ. സ്മാളൊന്നുമില്ലേ? ഇവിടെ സ്മാളും കിളൊന്നുമില്ല. ഇതന്നെ ഷാപ്പ. തമാശകളെ ആശാനെ പറ. സോഡ ഇല്ലേ? പിന്നെ സോഡ അവിടെ വെള്ളം വരുമ്പോ വേണമെങ്കിൽ നക്കേച്ചും പോ. വെള്ളമെങ്കിൽ വെള്ളം. അല്ലാതെ മുഴുവൻ തീർത്തോളല്ലേ? എനിക്ക് വേണ്ടല്ലോ. സ്മാൾ എനിക്ക് വെച്ചേക്കണേ. കഷണ്ടി ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോജനിക്കാണ് അല്ലേ? ഫോട്ടോസ് അസലായിട്ടുണ്ട്. റിയലി നൈസ്. മൂഡ് കുറവായിരിക്കും. പോസ് ചെയ്തെടുത്തതല്ലേ? സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. നല്ല ഷാർപ്നെസ്. വെൽ, താങ്ക് യു മിസ്റ്റർ ബാലു. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ അല്ല അല്പ ബിയറായാലോ? ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക. ഐ ആം ദേർ. നൈസ് ഓഫ് യു. കം ഓൺ, ഗെറ്റ് സം ബിയർ. പോകാൻ ധൃതിയൊന്നുമില്ലല്ലോ? എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ്. അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല. താങ്ക് യു. ലാത്തി അടിക്കാനായിട്ട് ഒരു ഇരയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ സ്വതവേ കുറിച്ച് റിസർവ്ഡ് ആണ്. വളരെ ക്ലോസ് ആയ കമ്പനിയിൽ ഒഴികെ. ബാലുവിനോട് എനിക്കെന്തോ ഒരു ലൈക്കിംഗ് തോന്നി. നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ. ഐ ലൈക്ക് യുവർ കമ്പനി. അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ. എനിക്ക് ലീവ് തീരാൻ ഇനി കഷ്ടിച്ച് 2 ആഴ്ച കൂടിയുള്ളൂ. സമയം കിട്ടുമ്പോഴൊക്കെ ബാലു ഇങ്ങോട്ട് ഇറങ്ങൂ. നമുക്ക് പരസ്പരം വാർഷിച്ച് കുറച്ച് സമയം ഇരിക്കാം. ഷുവർ. ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ. തണുപ്പ് കുറവാ. വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ. അനുവാദം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം. എന്നാലും ഇറ്റ്സ് ഓക്കേ. സോ വിത്ത് ഹെർ മാജസ്റ്റീസ് പെർമിഷൻ, ചിയേഴ്സ്. ഫാദർ ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി. ഇല്ലായിരുന്നെങ്കിൽ അഡ്മിഷന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായി. ഇത്രയൊക്കെയല്ലേ ഈ പഴയ സുഹൃത്തിന് ചെയ്യാൻ കഴിയും. ഏതായാലും ബിജുവിനെ ബോർഡിങ്ങിലാക്കാൻ തീരുമാനിച്ചത് നന്നായി. രേഖയ്ക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. എന്റെ ഒരാളിന്റെ നിർബന്ധം കൊണ്ടാ. ഇത്രയും ദൂരെ ബിജുവിനെ ഒറ്റയ്ക്ക് അയക്കാനുള്ള വിഷമം കൊണ്ടാ. എന്നായാലും ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ളതല്ലേ. മിസ്സിസ് നായർ ഒന്നും കൊണ്ടും ബോധർ ചെയ്യണ്ട. ഇന്ന് മുതൽ ബിജു ഞങ്ങളുടെ കുട്ടിയാണ്. ഇല്ലേ മോനെ? വരട്ടെ മോനെ. ബി ഹാപ്പി. പോട്ടെ മോനെ. നന്നായി പഠിക്കണം കേട്ടോ. മിടുക്കനാവണം. ബൈ. വരട്ടെ. മോന് പ്രാർത്ഥിക്കാൻ അറിയാമോ? പഠിപ്പിച്ചു തരാം. അച്ഛൻ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി. നമുക്ക് അങ്ങോട്ട് പോവാം. വരും. ബഹളം വെച്ചതല്ലോ. എങ്ങോട്ടാണോ? ഹോളിഡേ ഉണ്ടായിരുന്നു. ഹലോ. ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ. എന്റെ ഫ്രണ്ട്സാ. ഇത് ക്യാപ്റ്റൻ നായർ, ഇത് ഉണ്ണി, ഇത് ദാസ്, ഇത് ഫിലിപ്പ്. ഞാൻ വലിയ തമാശക്കാരനാണോ? ചുമ്മാ പോവാ. എങ്ങോട്ട്? ബോട്ടിംഗ്. വാന്നേ സാറേ. ഞാനല്ലേ. അത് പറഞ്ഞാ മതി. പോയാവല്ലേ? ശരി.
Balu, guys, come on. Good. You are doing something great here. Go and try the bow. നീ പോയി കപ്പലോടിക്കുന്നവരാ വലിയ കപ്പലോടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല In the morning by the sea. In the morning, in the morning, in the morning by the sea. If I am a captain like this and if I want to marry, I would marry a captain's daughter more than anybody. Oh, I would drive, she would drive, both would drive together, running up in the middle of the night and shooting each other. Hey, Rekha, what happened to you? ഒന്നുമില്ല. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ വെറുതെ തമാശക്ക്. എനിക്കിങ്ങനെ ബഹളം വെക്കുന്ന ഇഷ്ടമല്ല. പാടാൻ അറിയാവുന്നോണ്ടൊന്നുമല്ല. വിരോധമില്ലെങ്കിൽ മിസ്സസ് കാറ്റൻ ഒരു പാട്ട് പ്ലീസ്. എനിക്ക് വയ്യ. ഒന്ന് രണ്ട് പേര് പാടുന്നേ. ഷീസ് എ പോയറ്റസ്. എന്നാ ഒരു കവിത. രേഖ, ഒരു തണുത്ത ബിയർ തരും. കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. നീ അവിടെ എന്തോ എടുക്കായിരുന്നു? 1 മണിക്കൂറായല്ലോ പോയിട്ട്. എന്തും സമയമെടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ. ഇതെനിക്കല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. തേങ്ങാക്കോല കൊള്ളാവുന്ന ഉരുപ്പടി തന്നെ, സമ്മതിച്ചു. എന്നാ നിനക്ക് പിടിച്ചില്ലേ? ബോറേ, ഇത്തരം അലവലാദികളൊക്കെ ഇവ പിന്നെ പിന്നെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? കഴിഞ്ഞ തവണ തോന്നിയില്ലായിരുന്നോ നിനക്ക്? കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്കിത്? പിന്നെ തോന്നാനിട്ടല്ല, അപ്പോഴത്തെ ബൂസിന്റെ പുറത്ത് ഞാനത് അറിഞ്ഞില്ല. ഒരു സെക്കൻഡ് ടൈമിന് ഞാനില്ല അളിയാ. എടാ ദാസേ, നിന്റെയൊക്കെ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടല്ലോ, വളരെ ചീപ്പാണ്. കറക്റ്റ്. വട്ടമുഖം, വെളുത്ത തൊലി, പട്ട് സാരി. ഞാനങ്ങനെയല്ല, ചേഞ്ച് വേണം. വൈകൃതത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ. നിന്നെപ്പോലെ തടിച്ചു കൊഴുത്തിരിക്കണമെന്നും പറഞ്ഞാ മനസ്സിലാവൂലടാ. അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം. ഓ സമ്മതിച്ചേ, എനിക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. എനിക്കില്ലാത്ത ഒന്ന് നിർത്തളിയാ.
ദൈവമേ ഇക്കണക്കിനെ കൃഷ്ണനുണ്ടി വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഫിലിപ്പ നീ പോകുന്നില്ലേ? ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാരല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോണോ? അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട, നിനക്ക് സൗകര്യം ഉണ്ടെ പോയാ. അതത്രേ ഉള്ളൂ. എന്നാലും ഇവൻ പോവാത്ത സ്ഥിതിക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ആ കുട്ടി ഫീൽ ചെയ്യും അളിയാ. കഷ്ടമല്ലേ? ദൈവമേ. ചെല്ല് ചെല്ല് ചെല്ല്. നേരത്തെ എന്നെ കുറ്റം പറഞ്ഞവരാ. പിന്നെ നിന്നെ പോലെയാണോ അവൻ? അവന് വിവരമുണ്ട്. പോടാ.